പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക അനി ഇടയ്ക്കിടയ്ക്ക് നയനയെ ചെന്ന് കാണുന്നത് പ്രശ്നം ഉണ്ടാക്കുകയായിരിക്കും തറവാട്ടിൽ ചെയ്യുന്നത്. നയനയിടത്തേക്ക് വയ്യാതിരിക്കുമ്പോൾ എന്തിനാണ് അനി അവിടെ പോകേണ്ട ആവശ്യം, അവിടെ നന്ദുവിനെ കാണാൻ തന്നെയാണ് പോകുന്നതെന്ന് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും അനാമികയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടി മുത്തശ്ശൻ്റെ അടുത്ത് ആണെങ്കിലും എല്ലാവരുടെ അടുത്തും അനാമിക തുറന്ന് പറയുമായിരിക്കും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തിനാണ് അനി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അതിനെന്താണ് അവിടെ പോയ കുഴപ്പം, അവിടെ നയനയുള്ളതല്ലേ, വയ്യാത്ത കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എല്ലാവരും നയനയുടെ സൈഡ് തന്നെ ആയിരിക്കും, മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ആദർശാണെങ്കിലും അതുപോലെ ജയനാണെങ്കിലും. എന്നിട്ട് അനാമികയ്ക്കാണെങ്കിൽ ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ജാനകിയും ജലജയും അനാമികയും കൂടി തീരുമാനിച്ചിട്ട് മൂന്നാളും കൂടി നയനയെ ചെന്ന് കണ്ടിട്ട് എന്താണ് അവിടെ ഇത്രയ്ക്ക് ചെന്ന് കാണാനുള്ള അവസ്ഥയെന്ന് മനസ്സിലാക്കണം എന്നിങ്ങനെ തീരുമാനിക്കുകയായിരിക്കും. അങ്ങനെ അത് പ്രകാരം ഇവർ 3 പേരും കൂടെ നയനയുടെ ആ വീട്ടിലേക്ക് ചെല്ലുമായിരിക്കും. അപ്പോൾ അവർ 2 പേരും ഇവർ വരുന്നത് കാണുമ്പോൾ ഒന്ന് അന്തം വിടായിരിക്കും ചെയ്യുന്നത്. കാരണം ഒന്നും അറിയിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണല്ലോ മാറി നിന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നയനയാണെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടാവും, മോളെ എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാനാണ് കരൾ കൊടുത്തത് എന്നുള്ള കാര്യം പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. അങ്ങനെ അവർ വന്നിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുമായിരിക്കും. ജാനകിയാണെങ്കിലും പറയുന്നുണ്ട്, നിനക്ക് എന്താണ് ഇത്ര വയ്യായിക, നിൻ്റെ ഈ വയ്യായിക കാണുമ്പോൾ തോന്നുന്നത് നീയാണ് ഏടത്തേക്ക് കരൾ പകുത്തു നൽകിയത് എന്ന് തോന്നുമല്ലോ, നിനക്കെന്താണ് ഇത്ര വയ്യായിക എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അനാമികയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞ് നന്ദുവിൻ്റെ അടുത്ത് മെക്കിട്ട് കയറുമായിരിക്കും. എന്നിട്ട് പറയും, അനി നിന്നെ കാണാനല്ലടി വരുന്നത്, എന്താണ് നീ ഇങ്ങനെ അനിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കുന്നത്, നീ പറഞ്ഞിട്ടല്ലടി അനി എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് നിൽക്കുന്നത്, എൻ്റെ കൈകൊണ്ടായിരിക്കും നീ തീരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അങ്ങനെ പറഞ്ഞ് നയനയെ വളരെ മോശമായി പറയുന്ന സമയത്ത് നന്ദു സഹി കെട്ടിട്ട് അനാമിക ഒരൊറ്റ അടി കൊടുക്കുമായിരിക്കും. അങ്ങനെ ഒരു അടിയിൽ അനാമിക നേരെ താഴെയായിരിക്കും കിടക്കുന്നത്. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും നമ്മുടെ നന്ദു അനാമികയുടെ മുഖത്തിനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് അതിഗംഭീരമായിരിക്കും, ആരും കാണാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.